വർഷം 1850. തെക്കൻ തമിഴ്നാട്ടിലെ കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കാർഷിക ഗ്രാമം. അവിടെ മുത്തരശൻ എന്ന കൃഷിക്കാരൻ പതിവ് പോലെ തൻ്റെ പാടത്തേക്ക് പോകാനൊരുങ്ങുന്നു. ഭാര്യ മുത്തുലക്ഷ്മി തൻ്റെ ഭർത്താവിന് ജോലിക്കിടയിൽ കഴിക്കുവാനുള്ള പ്രാതൽ തയ്യാറാക്കി ഇലയിൽ പൊതിഞ്ഞ് സഞ്ചിയിൽ വെച്ചു. പാടത്തേക്കുള്ള യാത്രയിൽ മുത്തരശൻ പ്രകൃതിയുടെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. കുറച്ച് വെള്ളം കൂടി കരുതേണ്ടതായിരുന്നുവെന്ന് അയാൾ ചിന്തിച്ചു. കൃഷിസ്ഥലത്തെത്തിയ മുത്തരശൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. താൻ പ്രാണൻ പോലെ കൊണ്ടു നടന്ന തൻ്റെ കൃഷിയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കരിഞ്ഞുണങ്ങിപ്പോയിരിക്കുന്നു. ചുറ്റും നോക്കിയപ്പോൾ അയാൾ സ്തംഭിച്ചുപോയി. തൻ്റെ കൃഷിയിടത്തിനരികിൽ കൂടി ഒഴുകുന്ന വൈഗാനദി വറ്റി വരണ്ടിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ ആ കരിഞ്ഞുണങ്ങിയ പാടത്ത് തലയിൽ കൈവച്ചിരുന്നുപോയി. അന്ന് ആ മനുഷ്യൻ കരുതിയിട്ടില്ല വരാൻ പോകുന്നത് വലിയ ഒരു വരൾച്ചയുടെ തുടക്കമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുണ്ടായതിനു പിന്നിലെ ചരിത്ര കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോമീറ്ററിലേക്ക് സ്വാഗതം. ഹിസ്റ്റോമീറ്റർ, ജേർണി ത്രൂ ഹിസ്റ്ററി. പിന്നീട് അങ്ങോട്ട് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ജനങ്ങൾ വലയാൻ തുടങ്ങി. കൃഷിയിടങ്ങളെല്ലാം മരുഭൂമിക്ക് തുല്യമായി മാറി. അങ്ങനെ പ്രശ്നം രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിൻ്റെ ചെവിയിലെത്തി. അദ്ദേഹം തൻ്റെ പ്രധാനിയായ മുതിരുള്ളപ്പ പിള്ളയെ നിയോഗിച്ചു. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. അദ്ദേഹത്തിനെ നിയോഗിച്ചതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാര്യമുണ്ടായിരുന്നു. മുതിരുള്ളപ്പ ബ്രിട്ടീഷുകാരുടെ ഇഷ്ടക്കാരനായിരുന്നു. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടപ്പായില്ല. മുതിരുള്ളപ്പ ബ്രിട്ടീഷുകാരുമായി കൂടിയാലോചന നടത്തിയെങ്കിലും ബ്രിട്ടീഷുകാർ തമിഴ്നാടിനോട് കനിഞ്ഞില്ല. ഇതറിഞ്ഞ സേതുപതി രാജാവ് ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാൽ അവിടെയും നിർഭാഗ്യമായിരുന്നു സംഭവിച്ചത്. സേതുപതി യുദ്ധത്തിൽ പരാജയപ്പെട്ടു. താമസിയാതെ തന്നെ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനായി. പ്രദേശം മദ്രാശി പ്രസിഡൻസിയുടെ കീഴിലായി. തേനി, മധുര, ദിണ്ടിക്കൽ, രാമനാഥപുരം എന്നിവിടങ്ങളിലെ ഈ വരൾച്ച ബ്രിട്ടീഷുകാർക്കും തലവേദനയായി. ഇതേസമയം ബ്രിട്ടീഷുകാർക്ക് മറ്റൊരാശയം തോന്നി. തിരുവിതാംകൂറിലെ പെരിയാറിൽ പ്രളയം സൃഷ്ടിക്കുന്ന കാലാവസ്ഥയാണ്. പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുരന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈഗാ നദിയിലേക്ക് എത്തിക്കാൻ ഒരു പദ്ധതിയിട്ടു. ഇതിനായി പഠനം നടത്താനായി ജെയിംസ് കാഡ്വെൽ എന്ന വിദഗ്ധനെ നിയോഗിച്ചു. പദ്ധതി അസാധ്യമായിരിക്കുമെന്നായിരുന്നു ജെയിംസ് കാഡ്വെല്ലിൻ്റെ നിഗമനം. എങ്കിലും വെള്ളം തിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയില്ല. പിന്നീട് ക്യാപ്റ്റൻ ഫെബറിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പഠനം നടന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം തിരിച്ചുവിടാനുള്ള ചെറിയൊരു അണക്കെട്ടിൻ്റെ പണികൾ 1850 തുടങ്ങി. ചിന്നമുളയാർ എന്ന കൈവഴിയിലൂടെ വെള്ളം ഗതിമാറ്റി വിടാനായിരുന്നു പദ്ധതി. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. മധുര ജില്ലയിലെ നിർമ്മാണ വിദഗ്ധനായ മേജർ റീവ്സ് 1867 മറ്റൊരു പദ്ധതി മുന്നോട്ട് വച്ചു. പെരിയാറിൽ 162 അടി ഉയരമുള്ള അണ കെട്ടി ചാലുകൾ വഴി വൈഗാ നദിയുടെ കൈവഴിയായ സുരുളിയാറിലേക്ക് വെള്ളമെത്തിക്കാനായിരുന്നു ഈ പദ്ധതി. എന്നാൽ നിർമ്മാണ വേളയിൽ വെള്ളം താൽക്കാലികമായി തടഞ്ഞു വെക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. അന്നത്തെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ജനറൽ വാക്കർ നിർദ്ദേശിച്ച മറ്റൊരു പദ്ധതിയും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഉപേക്ഷിക്കപ്പെട്ടു. 1882 നിർമ്മാണ വിദഗ്ധരായ ക്യാപ്റ്റൻ പെന്യുക്, ആർ സ്മിത്ത് എന്നിവർ പുതിയ പദ്ധതി സമർപ്പിക്കാനായി നിയോഗിക്കപ്പെട്ടു. എല്ലാ പഴയ പദ്ധതികളും പഠനവിധേയമാക്കിയ ശേഷം പുതിയത് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം. ഇതനുസരിച്ച് 155 അടി ഉയരമുള്ള അണക്കെട്ടിന് പെന്യുക് പദ്ധതി തയ്യാറാക്കി. താഴെ 115.75 അടിയും മുകളിൽ 12 അടിയുമാണ് വീതി. ചുണ്ണാമ്പ്, സുർക്കി, കരിങ്കല്ല് എന്നിവയുപയോഗിച്ചുള്ള അണക്കെട്ടിന് 53 ലക്ഷം രൂപയായിരുന്നു അക്കാലത്ത് ചിലവ് പ്രതീക്ഷിച്ചിരുന്നത്. ഈ തുകയുടെ 7% വീതം എല്ലാ വർഷവും പദ്ധതിയിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നായിരുന്നു കണ്ടെത്തൽ. കൊടും വരൾച്ചയിൽ പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതി അംഗീകരിച്ച് നിർമ്മാണ നിർദ്ദേശം നൽകി. എന്നാൽ പിന്നെയും കടമ്പകൾ ബാക്കിയായിരുന്നു. പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ, അതായത് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ നദിയായതിനാൽ പദ്ധതി അനുസരിച്ച് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയുടെ സമ്മതം ആവശ്യമായിരുന്നു. വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ ഭരണാധികാരി. വർഷം 1885 മുതൽ ബ്രിട്ടീഷുകാർ ഈ കരാറിൽ ഒപ്പിടാൻ രാമവർമ്മയെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം അതിനൊരിക്കലും സന്നദ്ധനായിരുന്നില്ല. ബ്രിട്ടീഷ് അധികാരികൾ നിയമപരമായ ബലപ്രയോഗത്തിലൂടെ തിരുവിതാംകൂർ രാജാവിനെ 1886 ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ചു. അന്ന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ ഇങ്ങനെ പറയുകയുണ്ടായി: എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഈ ഒപ്പുവയ്ക്കുന്നത്.
തിരുവിതാംകൂറിന് വേണ്ടി മരാമത്ത് സെക്രട്ടറി KKV രാമ അയ്യങ്കാറും മദിരാശിക്ക് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാനിങ്ഡുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. നദിയുടെ 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 8000 ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയിരിക്കുന്നത്. 999 വർഷത്തേക്കാണ് കരാർ. മദ്രാസ് സർക്കാർ കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വീണ്ടും 999 വർഷത്തേക്ക് കരാർ നൽകേണ്ടി വരും. പാട്ടത്തുകയായി ഏക്കറിന് 5 രൂപ തോതിൽ 40,000 രൂപ വർഷം തോറും തിരുവിതാംകൂറിന് ലഭിക്കും. വെള്ളം മദ്രാസ് സംസ്ഥാനത്തിലെ മധുര, രാമനാഥപുരം എന്നീ സംസ്ഥാനങ്ങളിലെ ജലസേചനത്തിനായി ഉപയോഗിക്കുമെന്നാണ് വ്യവസ്ഥ. കരാറിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഇരുഭാഗത്തു നിന്നുമുള്ള ഓരോ മധ്യസ്ഥന്മാരോ അമ്പയർമാരോ ഉൾപ്പെടുന്ന ട്രിബ്യൂണലിന് വിടാം. 999 കൊല്ലത്തേക്ക് എഴുതിയ കരാർ ഒരു വിഡ്ഢിത്തമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. കാരണം അണക്കെട്ടിൻ്റെ കാലാവധിയേക്കാൾ നീണ്ടു നിൽക്കുന്ന ഒരു കരാറിനായിരുന്നു അന്ന് ഒപ്പുവെച്ചത്. അങ്ങനെ 1887 അണക്കെട്ടിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ കനത്ത മഴയും വെള്ളപ്പൊക്കവും നിർമ്മാണത്തെ ഇടതടവില്ലാതെ തടസ്സപ്പെടുത്തി. കെട്ടിപ്പൊക്കിയ ഭാഗം വെള്ളപ്പാച്ചിലിൽ നശിച്ചുപോയി. ജോലിക്കാർ ഹിംസമൃഗങ്ങൾക്കിരയായി. കുറേയേറെ പേർ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ഇതോടെ ഈ നിർമ്മാണം തുടരേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചു. നിരാശനായ ജോൺ പെനിക് കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി. എന്നാൽ താൻ ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു. ഇംഗ്ലണ്ടിലെത്തിയ അദ്ദേഹവും ഭാര്യ ജോർജീനയും അവിടെയുള്ള തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ വിറ്റ് പണമാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഒരു വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിൽ നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ വന്ന മഴക്കാലം ആ അടിത്തറയെ തകർത്തില്ല. പെന്യൂക്കിൻ്റെ ദൃഢനിശ്ചയത്തിന് സർക്കാർ ഉറച്ച പിന്തുണ നൽകി. വർഷം 1895 അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 81,30,000 രൂപയായിരുന്നു ആകെ ചിലവായത്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിലൊന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് കേരളത്തിൽ തന്നെ അവസാനിക്കുന്ന വൃഷ്ടിപ്രദേശമാണ് അണക്കെട്ടിൻ്റേത്. 130 വർഷങ്ങൾക്കിപ്പുറം ഈ അണക്കെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മുകളിൽ ഒരു മരണദൂതനെ പോലെ അങ്ങനെ നിലകൊള്ളുന്നു. ജനങ്ങളുടെ ഉത്കണ്ഠയെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത ഒന്നാണ്. ഉടൻ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു നല്ല തീരുമാനം നമ്മളെ തേടിയെത്തും എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇതുപോലെയുള്ള ചരിത്ര കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹിസ്റ്റോമീറ്ററിനെ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ചരിത്ര കഥകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. Histometer, Journey Through History.